നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ്. അതായത് ഇവിടെ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒരു റീബർത്ത് ഉണ്ട്. അതായത് ഈ റിലേഷൻ ഇപ്പോഴെൻഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷനിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എൻഡ് ചെയ്ത് പോയി എന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഈ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഫൂൾ കാർഡാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതുവരെ അവർക്ക് ഈ റിലേഷനിൽ പ്രശ്നങ്ങൾ വന്നാൽ അത് ഫേസ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ വയ്യ, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് മുന്നോട്ട് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ വയ്യ എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു അവർ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. അവർക്ക് സത്യം പറഞ്ഞാൽ ഈ റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയും ഈ റിലേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും അതിനെതിരായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. അവര് റിലേഷന്റെ കാര്യം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. റിലേഷൻ ഏത് രീതിയിൽ കൊണ്ടുപോവാം, പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ അവർ റിസ്ക് എടുക്കാതെ റിലേഷൻ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. റിലേഷന് വേണ്ടി പ്രത്യേകിച്ച് റിസ്ക് ഒന്നും അവർ എടുക്കുന്നില്ല, എഫേർട്ട് ഇടുന്നില്ല. അങ്ങനെ നിന്നിരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെ പേഴ്സൺ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നതും. പക്ഷെ ഇങ്ങനെ ഒരു സെപ്പറേഷനിലാണ് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു കാര്യം അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരായിട്ട് തന്നെ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് മാറിയതായിട്ടാണ് കാണുന്നത്. നയൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഒരു ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതായിട്ടാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ ആ ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ എൻഡ് ആയി പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയത് പോലെ തന്നെ ഒരു റീബർത്ത് ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ ഒരു റീബർത്ത് ആണ് ഇത് കാണിക്കുന്നത്. നയൻ ഓഫ് കപ്സ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം സക്സസ്ഫുൾ ആവുന്നതായിട്ട്, അത് നടന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് ആയിരുന്നെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് എൻഡ് ആവുന്നതായിട്ട്, ഒരു റിയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ ഹാങ്ഡ് മാൻ കാണിക്കുന്നുണ്ട്. ചിലർക്ക്, അതായത് മെജോറിറ്റി ആളുകൾക്ക് അല്ല, അതിൽ കുറച്ച് ശതമാനം ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തൊരു സ്റ്റെക്ക് ആയ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അവർ റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ ഇടാൻ വൈകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് എന്താണ് റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർ സ്റ്റെക്ക് ആണെന്നാണ് കാണിക്കുന്നത്. റിലേഷന് വേണ്ടി ഒരു സ്ട്രോങ് തീരുമാനത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവർ വൈകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിലേ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എല്ലാവർക്കുമല്ല, ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ ഇടാൻ ഡിലേ ആവും എന്നാണ് കാണിക്കുന്നത്. എയ്റ്റ് ഓഫ് ഫാൻസ് എനർജിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നോ കോണ്ടാക്ട് ആണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവര് നിങ്ങളോട് മെസ്സേജ് ചെയ്യോ കോൾ ചെയ്യോ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവരെടുത്ത തീരുമാനം, അവർ ഈ റിലേഷന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് അവര് ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നയൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്.
ഇവിടെ 9 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. 9 ഓഫ് പെന്റിക്കിൾസും 9 ഓഫ് കപ്സ് എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ 2 9 കാർഡ്സും കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷന്റെ ഒരു സ്ട്രെങ്ത് ആണ്. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പം അതൊരിക്കലും ഇനി മുന്നോട്ട് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. കാരണം അത്രയും നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ റിലേഷനിലോട്ട് തിരികെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആയി പോവുകയുള്ളൂ. നിങ്ങളുടെ കൂടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ റിലേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഞ്ചൽസിനോട്, അതായത് മെഡിറ്റേഷൻ വഴിയൊക്കെ നിങ്ങൾ ഏഞ്ചൽസിനോട് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചോദിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. റിലേഷനിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ട്രസ്റ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിങ്ങൾ ഈ റിലേഷനെ കാണേണ്ടത് ഒരു പോസിറ്റീവ് ആയിട്ടാണെന്നുള്ളതാണ്. നിങ്ങൾ അവിടെ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, നെഗറ്റീവ് മൈൻഡിൽ നിങ്ങളുടെ പേഴ്സണെ കാണുക, ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണ് ആത്മാർത്ഥത ഇല്ലെന്ന് ചിന്തിക്കുക. അങ്ങനെ എന്ത് കാര്യത്തിനും ഒരു നെഗറ്റീവ് ആയിട്ട് ഈ റിലേഷനെ കാണാതെ നിങ്ങൾ ഈ റിലേഷനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള സ്നേഹത്തെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ അത്രയും വിശ്വാസം വേണം. അങ്ങനെ ആവുമ്പോഴേ റിലേഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പൂയം, ലെറ്റർ യു, ലെറ്റർ വൈ, മാർച്ച്, ആയില്യം, അവിട്ടം, ഏപ്രിൽ, ലെറ്റർ ഡി, മൂലം, 1985, 1989, ഉത്രം, തിരുവാതിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.